ഇതിൽ നമ്മുടെ BJP പ്രതിനിധിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയുടെ കോപ്പി കുത്തില്ലാതെ വരയില്ലാതെ യാതൊരു വിധത്തിലുള്ള അടയാളപ്പെടുത്തലും ഇല്ലാതെ ആയിരിക്കണം അവർ ബൂത്തിൽ ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു പർപ്പസിന് ഇയാൾ മരിച്ചു എന്നോ ഇയാൾ ജീവിക്കുന്നയാളല്ല എന്നോ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോഴവർക്ക് എന്ത് ചെയ്യണം? പിന്നീടൊരു കോപ്പി വേണമെങ്കിൽ അവർ പണമടച്ചിട്ട് വേണം വാങ്ങാൻ. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇനി അതൊന്നും നമ്മുടെ മുഖ്യ വിഷയമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാ അർത്ഥത്തിലും എല്ലാ നിലയിലും എന്തു ചെയ്യുന്നു? RSS വൽക്കരിക്കാൻ നോക്കുന്നു. പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും മാത്രം ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ വർത്തമാനം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക എന്ന് മാത്രമല്ല, എന്നെ പരസ്യമായി ഒരു ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുന്നുവെന്ന് ഒരു ആദിവാസി യുവതി പരാതിപ്പെട്ട വേളയിൽ ആ പരാതിക്കാരിയുടെ പരാതി സ്വീകരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതും ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ജനാധിപത്യത്തിൽ പതിതൻ്റെ പരാതി സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനില്ലാത്ത ഒരു നാടായിട്ട് ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഇന്ത്യയെ ജനാധിപത്യം പുലരുന്ന ഇന്ത്യയാക്കി മാറ്റി തീർക്കാൻ നമ്മളാകെ ഒന്നു ചേരണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ മുറിവേൽക്കുമ്പോൾ നിശബ്ദരായിരിക്കുക സാധ്യമല്ല. പരാതി കേൾക്കാൻ ഒരു പോലീസ് സ്റ്റേഷനും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ ആ പരാതി ഉയർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തുണ്ടാവണം. നമ്മളുടേതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് സാർ. Debate with Dr. Arun Kumar.